നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെരിങ്ങോം കുറ്റൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് 62 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പൂട്ടിയിട്ട വീട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു കവർച്ച ഉണ്ടായിരിക്കുന്നത്. കുറ്റൂർ ടൗണിനടുത്ത് നഫീസ മനസ്സിൽ പരേതനായ യുഎം അബ്ദുൾ റഹ്മാന്റെ ഭാര്യ കോറോത്ത് കൊവ്വൽ നഫീസയുടെ വീട്ടിലാണ് മോഷണമുണ്ടായത്. നഫീസയും കുടുംബവും പെരുന്നാൾ ആഘോഷത്തിന് അഞ്ചരക്കണ്ടിയിലെ ബന്ധുവീട്ടിലായിരുന്നു. ഈ സമയത്താണ് ഇവിടുത്തെ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നത്. ശനിയാഴ്ചയാണ് കുടുംബം അഞ്ചരക്കണ്ടിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. വീടിന്റെ മുൻവാതിൽ കമ്പിപ്പാര ഉപയോഗിച്ച് തുറക്കുവാൻ ശ്രമിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതേ തുടർന്ന് പരിശോധന നടത്തി പിന്നിൽ വീടിനോട് ചേർന്നുള്ള കിണറിന്റെ ആൾമറ തകർത്ത് മോഷ്ടാവ് അകത്ത് കടന്നുവെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലായി. ആഭരണങ്ങൾ ബാഗിലിട്ട് അലമാരയിൽ വെച്ചതാണ്. മോഷ്ടാവ് എന്ന് കരുതുന്നയാളുടെ ദൃശ്യം സമീപത്തെ വീട്ടിലെ CCTV ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഏറ്റവും നിർണായകമായി മാറുന്നുണ്ട്. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. പ്രത്യേക സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷിക്കുക. കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും എത്തി പരിശോധന നടത്തി. പയ്യന്നൂർ DYSP ഷൈജു, പെരിങ്ങോം SHO TK മുകുന്ദൻ, SI സവ്യസാജി, സ്പെഷ്യൽ ബ്രാഞ്ച് SI രമേശൻ എന്നിവരും സ്ഥലത്ത് എത്തി. അതേസമയം പെരിങ്ങോം കുറ്റൂരിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് 50 പവൻ സ്വർണം മോഷ്ടിച്ച ഈ സംഭവം നാട്ടുകാരെയും ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ബന്ധുവീട്ടിൽ പോയി തിരിച്ചെത്തിയവർ കണ്ടത് വീടിന്റെ ഈ ഒരു വാതിൽ തകർത്ത നിലയിലും വീടിന്റെ മുൻവശത്തെ വാതിൽ തകർക്കാനുള്ള ശ്രമം നടന്നതായുമുള്ള രീതിയിലാണ്. തുടർന്നാണ് അവർക്ക് മനസ്സിലായത് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന്. എന്തായാലും അക്ഷരത്തിൽ നാടിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. പോലീസ് നായ എത്തിയിരുന്നു. പോലീസ് നായ വീടിന് പിൻവശത്തെ ഇടവഴിയിലൂടെ 400 മീറ്ററോളം ദൂരം ഓടി തിരിച്ചു വന്നു. പയ്യന്നൂർ DYSP സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് നേതൃത്വം നൽകുകയാണ്. ആരാണ് കള്ളൻ, വീട്ടുകാരില്ലാത്ത സമയത്ത് എങ്ങനെ എത്തി, മാത്രമല്ല കൃത്യമായി സ്വർണം എടുക്കുകയും ചെയ്തു, അപ്പോൾ പരിചയക്കാരാണോ അതോ എങ്ങനെ മനസ്സിലാക്കി വന്നു ഇവിടെ ആളില്ല അല്ലെങ്കിൽ വീട്ടിൽ സ്വർണ്ണമുണ്ടെന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കി കള്ളൻ ഈ വീട്ടിലെത്തിയെന്നതും ഒരു ചോദ്യമാണ്. 400 മീറ്ററോളം ഓടിയ പോലീസ് നായ തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ടായി. എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.